പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു കേക്ക് ഡിസൈൻ ചെയ്യുന്നതാണ്. റെസിപ്പി ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ആദ്യം തന്നെ ഈ ഒരു റെസിപ്പിയൊക്കെ അപ്ലോഡ് ചെയ്തതുകൊണ്ട് ഇത് ഡിസൈൻ മാത്രം കാണിക്കുന്നുള്ളൂ. 8 എഗ്ഗ് വെച്ചിട്ട് 10 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു വൈറ്റ് സ്പോഞ്ചാണ്. ഇതിൻ്റെ ലെയറിൽ കൊടുത്തിട്ടുള്ളത് നട്ട്സും പിന്നെ ചെറിയും വൈറ്റ് ചോക്ലേറ്റ് ഗണാഷുമാണ്. പിന്നെ ഈ ഒരു കേക്കിലേക്ക് എടുത്തിട്ടുള്ളത് 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ്. കൂടുതൽ ക്രീമിൻ്റെ ഡിസൈനൊന്നും ഞാൻ ചെയ്തിട്ടില്ല. കവർ ചെയ്ത് കേക്ക് മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുത്തിട്ടുള്ളൂ ക്രീം വെച്ചിട്ട്. പിന്നെ മോൾ ഭാഗത്തായിട്ട് ചെറിയൊരു ബോർഡറും കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഈ ഒരു കേക്ക് ഓർഡർ തന്നപ്പോൾ കസ്റ്റമർക്ക് അങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ടുള്ളൊരു കേക്കായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഐഡിയക്ക് ചെയ്തെടുത്തിട്ടുള്ള ഡിസൈനാണ് കേട്ടോ ഇത്. ഈ ഒരു കേക്കിന് ഓർഡർ വന്നത് രാവിലെ 10 മണിക്കായിരുന്നു. രാത്രിയിലേക്ക് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊരു സമയം ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഡിസൈനൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കേക്ക് ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച ഒരു സമയത്താണ് ഞാൻ ഈ ഒരു ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഫ്രീ ആയിട്ടൊക്കെ നിൽക്കുന്ന ഒരു നേരത്തെ ഇതുപോലെ ഡിസൈനുകളൊക്കെ ചെയ്തിട്ട് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലൊക്കെ സൂക്ഷിച്ച് വെക്കുക എന്നുണ്ടെങ്കിൽ പിന്നെ കേക്കിൻ്റെ ഫിനിഷിങ് വർക്കൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെച്ച് കൊടുത്താൽ മതിയല്ലോ. അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടെ ഒരു ഈസി ആയിട്ട് തോന്നും. ഈ ഒരു ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അതിലേക്ക് റെഡ് കളറും കൂടെ ചേർത്തിട്ട് ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് അല്ലെങ്കിൽ ബട്ടർ പേപ്പറോ ഏതായാലും കുഴപ്പമില്ല, അതിലേക്ക് തിന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ സെറ്റായി വരുന്ന സമയത്ത് ഫോണ്ടൻറ്റ് കട്ടർ ഉണ്ടല്ലോ, ഈ ലവിൻ്റെ ഫോണ്ടൻറ്റ് കട്ടർ വെച്ചിട്ട് അതിൽ 2-3 സൈസിൽ വരുന്നുണ്ട്, അത് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തിട്ട് പിന്നെ വീണ്ടും ഫ്രിഡ്ജിലേക്ക് വെക്കണം കേട്ടോ. ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് പിന്നെ നല്ലോണം സെറ്റായതിന് ശേഷം അതിൽ നിന്ന് ഇങ്ങോട്ട് അടർത്തിയെടുത്തിട്ട് കേക്കിൻ്റെ സൈഡിലൊക്കെ വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ 2 സൈസിലുള്ള അളവാണ് ഞാൻ അതിലെടുത്തിട്ടുള്ളത്. കട്ട് ചെയ്തത് 3 ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കേക്ക് ഇങ്ങനെ ഹൈറ്റ് കുറവായ കാരണം അങ്ങനെ വലിയ സൈസ് ഇതിൽ വെച്ച് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ ചെയ്തത്. പിന്നെ കേക്കിൽ വെഡ്ഡിങ് ആനിവേഴ്സറി എന്ന് മാത്രം എഴുതിയാൽ മതി, പേരൊന്നും എഴുതണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഈ ഒരു ചോക്ലേറ്റ് വെച്ചിട്ട് തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ മുകൾ ഭാഗത്തായിട്ട് ഒരു ബോർഡറും കൂടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് കേക്കിൻ്റെ ഡിസൈന്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോ ഒക്കെ ആയിട്ട് വരാം. താങ്ക്